സോഷ്യൽ മീഡിയയിലെ പ്രശസ്തി നേടാത്ത ഫുഡ് ബ്ലോഗേഴ്സ് ആണ് ഈ നാട്ടിൽ നമ്മൾ. തീർച്ചയായിട്ടും ഞാൻ അതിന് യോജിക്കുന്നു. നമ്മൾ കഴിച്ചാണെങ്കിൽ ഫുഡ് വേറെ ഏവന്മാര് കഴിച്ചോണ്ട്. എടാ ഫുഡില് നമുക്ക് മേലിൽ ആരുമില്ല, നമ്മൾ തന്നെ മെയിൻ. എടാ ഒരു ചായ കുടിക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ പോയാണ് നമ്മള്. ഒരു മട്ടൻ ബിരിയാണി പിന്നെ ഹൈദരാബാദ് നമ്മൾ പോയിട്ടില്ലേ? ഊണിന് പപ്പടം ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് പോയി കഴിച്ച? തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ പോയാണ് നമ്മൾ ഊണ് കഴിച്ച. നമ്മളെ പോലെ ഫുഡിന് വേണ്ടി ഇങ്ങനെയൊക്കെ നടക്കുന്ന വേറെ ആരുണ്ട് ഇവിടെ? ഒരുത്തനും ഇല്ല, ഞാൻ നീ മാത്രം. ഒരു ഫുഡ് ബ്ലോഗിങ് തുടങ്ങിയിരുന്നെങ്കിൽ മിനിമം ഒരു 5 അമ്മെങ്കിലും അടിച്ചേനെ നമ്മള്. അച്ഛനെ ആയ കാലത്തൊന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ നമ്മൾ ആരായിരുന്നു? ഏറ്റവും യൂട്യൂബേഴ്സ്. ഹാഷിർ ആൻഡ് അലൻ ഫുഡി ഏതാ റെസ്റ്റോറന്റിൽ പോയപ്പം അവര് പോച്ച പുഴുങ്ങി വെള്ളമാക്കി തന്നു, അത് നമ്മൾ കുടിച്ചു. ടേസ്റ്റി. എടാ നമ്മളെ എല്ലാ ട്രിപ്പും എങ്ങനെയാണ്? ഡൗട്ട് തോന്നുന്നു. ആഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങുന്നത്. ആഹാരം കഴിക്കാൻ വേണ്ടി പോകുമ്പോ തളരുമ്പോ എവിടെയെങ്കിലും ഇരിക്കുന്നെങ്കിൽ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയി. ഇത് നോർമൽ ബോർമേൽ ഉണ്ടാക്കിയ പപ്സ് അല്ല, വിറവ് വെട്ടിക്കീരി അതിന്റെ ഇടയിൽ എടുത്തോണ്ട് പപ്സ് ആണ്. അതും 10 കിലോമീറ്റർ അകലേന്ന്. ഒന്ന് നക്കിയെങ്കിലും നോക്കട്ടെ, താഴെ ഇത്തിരി. ആ വിറവിന്റെ ടേസ്റ്റ് എന്റെ വായിന് ഇപ്പോഴും പോയിട്ടില്ല. വിറവെല്ലാം വെട്ടിക്കൽ തിന്നാ പോരായിരുന്നാ? എന്നാലും ഒളിയ നമ്മളെ കണക്ക് ആരെയും തിന്നിട്ടുണ്ടല്ലോ ഈ നാട്ടില്. ആസ് എ ഫാക്ട് നമ്മളെ പോലെ ഒരാളെങ്കിലും കാണൂലേ? നമ്മളെങ്കിലും നമ്മളെ കുറിച്ച് തന്നെ പൊക്കി പറയണോ ആശ്രയം? ശരിയാണ്ടോ, നമ്മളിതിൽ ഓവറാണെന്ന് തോന്നുന്നു. നമ്മളെ പറ്റി നമ്മൾ തന്നെ ഒരുപാട് പൊക്കി പറയുന്നു. തമിഴ്നാട് ഒരു ഉൾഗ്രാമത്തിൽ ഒരു അക്കച്ചിടുന്ന ഒരു ഉഴുന്നോടെയുണ്ട്. അതിന് 4 ഓട്ടയാണ്. പിന്നെ ആ ഓട്ടയിൽ നമുക്ക് ചമ്മന്തി ഒഴിച്ച് സാമ്പാർ ഒഴിച്ച് മുക്കി എടുത്ത് കഴിക്കാൻ പറ്റും. നാളെ പോവാം. ഓക്കെ. വിറവിന്റെ ഒരു മണം ഉണ്ട് കേട്ടോ.